അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മാസത്തിൽ ധാരാളം നന്മകൾ ചെയ്യാനും അത് മുഖേന സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖേദകരെന്ന് പറയട്ടെ, ഈ പവിത്രമായ മുഹറം മാസത്തെ പോലും നഹ്സിൻ്റെ മാസമായിക്കൊണ്ട്, ശകുനത്തിൻ്റെ മാസമായിക്കൊണ്ടാണ് പല ആളുകളും ഇന്ന് നോക്കിക്കാണുന്നത്. മുസ്ലിം സമൂഹത്തിലെ പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാസത്തെ നഹ്സിൻ്റെ മാസമാണ്, അത് ശകുനത്തിൻ്റെ മാസമാണ് തുടങ്ങിയ വിഷയങ്ങളായിട്ടാണ് ഈ മാസത്തെ അവർ നോക്കിക്കാണുന്നത്. അവരതിന് കാരണം പറയുന്നത്, പ്രവാചകൻ്റെ പേരമകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് ഈ മുഹറം മാസത്തിലാണ്, അതുകൊണ്ട് ഇത് ശകുനത്തിൻ്റെ മാസമാണ് തുടങ്ങിയ വിഷയങ്ങളാണ് അവർ ഇതിന് ന്യായമായിക്കൊണ്ട്, കാരണമായിക്കൊണ്ട് പറയുന്നത്. ഇത് ഷിയാക്കളുടെ വിശ്വാസമാണ്. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണ് മുഹറം മാസത്തിൽ അന്ന് നടന്നത്, ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണപ്പെടാനുള്ള കാരണം എന്തായിരുന്നു തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച്, എന്താണ് കർബലയിൽ അന്ന് നടന്നത്. ഇൻഷാ അല്ലാഹുവിൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ ആ വിഷയമാണ് ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു അത് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അതിൻ്റെ മുമ്പ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിനും അതേപോലെ തന്നെ ഫിത്നക്കും ഇടയിലുള്ള വാതിലാണ്, കവചമാണ് മഹാനായ സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹു. അഥവാ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഇസ്ലാമിലേക്ക് ഫിത്ന കടന്നു വരില്ല. അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന രൂപത്തിൽ ഒരു കവചമായിക്കൊണ്ട്, വാതിലായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാകും. എന്നാൽ ആ വാതിൽ തകർക്കപ്പെടും, അഥവാ ഉമർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടും. ഉമർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടാൽ ഇസ്ലാമിലേക്ക് ശക്തമായിക്കൊണ്ട് ഫിത്നകൾ കടന്നു വരും. റസൂലുള്ള പറഞ്ഞതുപോലെ അബൂലുഅലത്തിൽ മജൂസി സുബൈ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തി. ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിന് ശേഷം ശക്തമായിക്കൊണ്ട് ഫിത്നകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം പിന്നീട് ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്, ഒരുപാട് ആഭ്യന്തര കലാപങ്ങളാണ് നടക്കുന്നത്. അവസാനം യഹൂദികളും ചില തീവ്രവാദികളായ ആളുകളും ചേർന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് ആക്രമിച്ച് അദ്ദേഹത്തെ വധിക്കുകയാണ്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിന് ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ രണ്ട് ചിന്താധാരയാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ വിഭാഗം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ എത്രയും വേഗം വധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗവും, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വരികയാണ്. അലി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്, നമുക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ വധിക്കാം, പക്ഷെ അതിനു മുമ്പ് ഇസ്ലാമിക ഭരണത്തിൽ ഒരു ഖലീഫ വേണം. ആ ഖലീഫൻ്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് തീർച്ചയായും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ നമുക്ക് വധിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതെന്ത് ചെയ്യുന്നില്ല, അവർക്കിടയിൽ അത് ഒരു സുൽഹിലെത്തുന്നില്ല. അവസാനം അത് കലാശിക്കുന്നത് സിഫീൻ യുദ്ധത്തിലാണ്. ഒരു ഭാഗത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യവും മറുഭാഗത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യവും ശക്തമായി കൊണ്ട് പോരാട്ടം നടക്കുകയാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ചില വിഭാഗം ആളുകൾ എന്ത് ചെയ്യാണ്, കുതന്ത്രം പ്രയോഗിക്കുകയാണ്. അവർ ഖുർആൻ ഉയർത്തിപ്പിടിച്ചിട്ട് പറയാണ്, നമുക്ക് ഖുർആനിലേക്ക് മടങ്ങാം, ഖുർആനിലേക്ക് വിധി തേടാമെന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചു. യുദ്ധം കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ടീം തിരിച്ചു പോകുമ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ചില ആളുകൾക്ക് ബോധ്യപ്പെട്ടു, അത് മറുവിഭാഗം ആളുകളുടെ തന്ത്രമായിരുന്നു, കുതന്ത്രമായിരുന്നു. അവർ വീണ്ടും അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നമുക്ക് തിരിച്ചു പോയി യുദ്ധം ചെയ്യാം. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇനി യുദ്ധം ചെയ്യാൻ പാടില്ല, ഞാൻ ആ സമയത്ത് നിങ്ങളോട് പറഞ്ഞതാണ്, അത് അവരുടെ തന്ത്രമാണ്, കുതന്ത്രമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാണ്.
അപ്പോൾ നിങ്ങളത് അനുസരിച്ചില്ല. ഇനി യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ടീമിൽ നിന്ന് ആ സമയത്ത് ഒരു വിഭാഗം ആളുകൾ തെറ്റിപ്പോവുകയാണ്. അവരാണ് പിൽക്കാലത്ത് ഖവാരിജികളായിക്കൊണ്ട് അറിയപ്പെടുന്നത്. അങ്ങനെ ഈ ഖവാരിജികളായ ആളുകൾ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെയും വധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിനെ മാത്രമാണ് അവർക്ക് വധിക്കാൻ കഴിഞ്ഞത്. അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന് പറയുന്ന ഖവാരിജി അലി റളിയല്ലാഹു അൻഹു കൂഫയിൽ സുബൈ നമസ്കാരത്തിന് വരുന്ന സമയത്ത് അദ്ദേഹത്തെ വധിക്കുന്നുണ്ട്. എന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെയും വധിക്കാൻ കഴിഞ്ഞില്ല. അലി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ പിന്നീട് അടുത്ത ഖലീഫയായിക്കൊണ്ട് ആളുകൾ തെരഞ്ഞെടുത്തത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഈ ഹസൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണത്തിൻ്റെ ഖലീഫയായിക്കൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്തു? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അവരുടെ ഖലീഫയായിക്കൊണ്ട് അവരും തിരഞ്ഞെടുത്തു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും മറ്റൊരു വിഭാഗം ആളുകൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും. ഇസ്ലാമിക ഭരണത്തിൽ 2 ഖലീഫയുള്ള സമയം ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾക്കിടയിലാണ് പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ അതിൽ ഒരു രഞ്ജിപ്പുണ്ടാക്കാൻ, സുൽഹ് ഉണ്ടാക്കാൻ വേണ്ടി ഹസൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മുആവിയ, എനിക്ക് ഭരണം വേണ്ട, ഞാൻ ഖലീഫയാകുന്നില്ല, നിങ്ങളെ ഖലീഫയായിക്കൊണ്ട് ഞാനിതാ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യും പിടിച്ച് വന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും പരസ്യമായിക്കൊണ്ട് ജനങ്ങളെല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമ്മുടെ ഖലീഫയായിക്കൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഞാനിതാ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ ഒരിക്കൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ള വെള്ളിയാഴ്ച മിമ്പറിൽ കയറി പ്രവാചകൻ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പ്രവാചകൻ്റെ പേരമകൻ ഹസൻ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുന്നത്. പ്രവാചകൻ മിമ്പറിൽ നിന്ന് ഇറങ്ങി നേരെ കുട്ടിനെടുത്ത് പ്രവാചകൻ ചുംബിച്ച് നേരെ മിമ്പറിൽ കൊണ്ടുവന്നിട്ട് പ്രവാചകൻ പറയാണ്, ഇന്ന ബിനി ഹാദാ സയ്യിദുൻ വലഅല്ലല്ലാഹ അയ്യുസ്ലിഹ ബിഹി ബൈന ഫിഅതൈനി അളീമതൈനി മിനൽ മുസ്ലിമീൻ. മുസ്ലിം സമൂഹത്തിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകും. മുസ്ലിങ്ങൾ ചേരി തിരിഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവർക്കിടയിൽ സുൽഹുണ്ടാക്കുന്നത്, സന്ധി ഉണ്ടാക്കുന്നത് എൻ്റെ ഈ മകനായ ഹസൻ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഒരുപാട് പ്രത്യേകതയുള്ള സ്വഹാബിമാരാണ് ഹസൻ റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹും. റസൂലുള്ള പറയാണ്, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളായിരിക്കും ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥാനമുള്ള സ്വഹാബിമാരാണ് ഹസൻ റളിയല്ലാഹു അൻഹും ഹുസൈൻ റളിയല്ലാഹു അൻഹും. അതേപോലെ തന്നെ ശ്രേഷ്ഠതയുള്ള സ്വഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ചില ആളുകളൊക്കെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ മോശമായി കൊണ്ട് ചിത്രീകരിക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അതൊരിക്കലും നമുക്ക് ചേർന്നതല്ല. നമ്മളൊരു സ്വഹാബിയെപ്പോലും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഒരു സ്വഹാബിയെപ്പോലും നമ്മൾ മോശമായി കൊണ്ട് ചിത്രീകരിക്കാൻ പാടില്ല. മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയാണ്. സ്വഹാബികൾക്കിടയിൽ സ്ഥാനവും മാനവും ലഭിച്ച സ്വഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. റസൂലുള്ള ആദരിച്ച കുടുംബമാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെത്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മക്കൻ ഫത്ഹിൻ്റെ സമയത്താണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ റസൂലുള്ള അവിടെ വന്നിട്ടൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. എല്ലാ ആളുകളും പേടിച്ചിരിക്കുകയാണ്. പ്രവാചകനെ ദ്രോഹിച്ചതിന് മക്കയിൽ പ്രവാചകനെത്തി പ്രതികാരം നടത്തുമെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഒളിച്ചിരിക്കുന്ന സമയത്ത് റസൂലുള്ള പറയാണ്, കഅബാലയത്തിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ടോ അവർ സുരക്ഷിതരാണ്, അവരെ ഞാൻ ഒന്നും ചെയ്യില്ല. എന്നിട്ട് പ്രവാചകന് വീണ്ടും പറയാണ്, അബൂ സുഫിയാൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരെ ഞാനൊന്നും ചെയ്യില്ല. മൂന്നാമത് പറയാണ്, സ്വന്തം വീട്ടിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ടോ അവരെയും പ്രവാചകൻ ഒന്നും ആക്രമിക്കില്ല എന്ന് പറയാണ്. അബൂ സുഫിയാൻ എന്ന് പറഞ്ഞത് ആരാണ്? ബദർ യുദ്ധത്തിന് കാരണക്കാരനായ, ഉഹുദ് യുദ്ധത്തിന് ഖുറൈശികളുടെ കൂട്ടത്തിൽ ആ യുദ്ധത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തിയായിരുന്നു അബൂ സുഫിയാൻ. എന്നിട്ട് പോലും ആ കുടുംബത്തെ റസൂലുള്ള ആദരിക്കുകയാണ്. പിന്നീട് അബൂ സുഫിയാൻ ആ സമയത്ത് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അബൂ സുഫിയാൻ്റെ ഭാര്യയായ ഹിന്ദ് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് സ്ഥാനമുള്ള സ്വഹാബി തന്നെയായിരുന്നു. റസൂലുള്ളാഹിൻ്റെ വഹി എഴുതി വെക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട സ്വഹാബിയായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു.
അപ്പോൾ പിന്നെ രണ്ട് ആളുകളും ശ്രേഷ്ഠതയുള്ള ആളുകൾ തന്നെയാണ്. നമ്മളൊരു സ്വഹാബിയെ പോലും മോശമായി കൊണ്ട് ചിത്രീകരിക്കാൻ പാടില്ല. അവരെക്കുറിച്ച് മോശമായിട്ടുള്ള ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഈ മുആവിയ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അടുത്ത ഖലീഫയായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ യസീദ് ബിൻ മുആവിയെ ഖലീഫയായിക്കൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുത്തു. സാധാരണ അങ്ങനെ ഒരു രീതിയല്ല മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകാറുള്ളത്. അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കേണ്ടത് മുസ്ലിം സമൂഹമാണ്. അവരൊന്നടങ്കം ആലോചിച്ച് മുഷാവറ നടത്തിയിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, അടുത്തൊരു ഖലീഫയെ തെരഞ്ഞെടുക്കാറുള്ളത്. എന്നാൽ മുആവിയ ജീവിച്ചിരിക്കുന്ന സമയത്ത് അടുത്ത ഖലീഫയായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ യസീദ് ബിൻ മുആവിയെ ഖലീഫയായിക്കൊണ്ട് തെരഞ്ഞെടുത്തു. ഈ ഒരു കാര്യം ശക്തമായിക്കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു എതിർക്കുകയാണ്. ഹിജ്റ 60-ാം വർഷം മുആവിയ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. പിന്നീട് അടുത്ത ഖലീഫയായിട്ടുള്ളത് യസീദ് ബിൻ മുആവിയാണ്. മുആവിയൻ്റെ മകൻ യസീദ് ബിൻ മുആവിയാണ്. എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ഖിലാഫത്ത് അംഗീകരിച്ചില്ല. അപ്പോൾ യസീദ് എന്ത് ചെയ്തു, മദീനയിൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ സമയത്ത് മദീനയിലാണ്, മദീനയിലെ ഗവർണർക്ക് കത്തെഴുതി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊട്ടാരത്തിൽ വിളിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ബൈഅത്ത് വാങ്ങണം. യസീദിനെ ഖലീഫയായിക്കൊണ്ട് അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ബൈഅത്ത് വാങ്ങാൻ പറഞ്ഞു. ഗവർണർ മദീനയിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എനിക്ക് ഒന്ന് ആലോചിക്കണം, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞ് അന്ന് രാത്രി തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് യാത്ര പോവുകയാണ്. ഈ വിവരം കൂഫയിലെ ഷിയാക്കളായ ഒരു വിഭാഗം ആളുകൾ അറിയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദിനെ ഖലീഫയായിക്കൊണ്ട് അംഗീകരിച്ചിട്ടില്ല എന്ന വിവരം കൂഫയിലെ ഷിയാക്കളായ ആളുകൾ അറിഞ്ഞപ്പോൾ സൽമാൻ ബിൻ സൊർദ എന്ന് പറയുന്ന നേതാവിൻ്റെ കീഴിൽ ഷിയാക്കൾ ഒരുമിച്ച് കൂടി അവരെ ഒരു കുതന്ത്രം പ്രയോഗിക്കുകയാണ്. അവർ ആ സമയം എന്ത് ചെയ്യാണ്, ഈ ഒരു അവസരത്തെ മുതലെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവർ നേരെ മക്കയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് കത്തുകൾ എഴുതുകയാണ്. ഞങ്ങൾ യസീദിനെ ഖലീഫയായിക്കൊണ്ട് അംഗീകരിക്കുന്നില്ല, ഞങ്ങളുടെ ഖലീഫയായിക്കൊണ്ട് ഹുസൈൻ താങ്കളെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ കുഫയിലേക്ക് വരണമെന്ന് പറഞ്ഞ് അവർ കത്തുകൾ എഴുതുകയാണ്. എത്രത്തോളം ചോദിച്ചാൽ കുഫക്കാരായ ആളുകൾ എന്ത് ചെയ്തു, ഓരോ ഗോത്രത്തിലെയും ആ ഗോത്രത്തിലെ തലവന്മാരെ പോയി കണ്ട് അവരോട് പ്രത്യേകമായിക്കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതാൻ പറയാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും ചാക്ക് കണക്കിന് കത്തുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയിരുന്നു. അപ്പോൾ ഇതിങ്ങനെ നിരന്തരമായി കൊണ്ട് കത്ത് വന്നപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനായ മുസ്ലിം ബിൻ അഖീൽ എന്ന് പറയുന്ന വ്യക്തിയെ കൂഫയിലേക്ക് പറഞ്ഞയക്കാണ്. കൂഫക്കാരുടെ വിഷയങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ, അവർ പറയണതൊക്കെ സത്യം തന്നെയാണോ, അവരുടെ വിഷയങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മുസ്ലിം ബിൻ അഖീൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനായ സഹോദരനെ അദ്ദേഹം നേരെ കൂഫയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ദൂതനായിക്കൊണ്ട് പറഞ്ഞയച്ചു. മുസ്ലിം ബിൻ അഖീൽ കൂഫയിലെത്തിയപ്പോൾ അദ്ദേഹം ആകെ അത്ഭുതപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ജനസാഗരമാണ് ഉണ്ടായത്. 10,000-കണക്കിന് ആളുകൾ അവരെന്ത് ചെയ്യണം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യാൻ തയ്യാറാണ്. അവർക്ക് യസീദിനെ വേണ്ട, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മതി എന്ന് പറഞ്ഞ് അവർ നിൽക്കുന്നൊരു രംഗമാണ് ആര് കാണുന്നത്, ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ച മുസ്ലിം ബിൻ അഖീൽ കാണുന്നത്. മുസ്ലിം ബിൻ അഖീൽ എന്ത് ചെയ്തു, ഈ വിവരം നേരെ മക്കയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു കൊടുത്തു. ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ഖലീഫയായിക്കൊണ്ട് അംഗീകരിച്ചിട്ടുണ്ടെന്ന വിവരം ആർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അറിയിച്ചു കൊടുക്കുകയാണ്. ഈ വിവരം യസീദും അറിയാണ്. യസീദ് ഈ വിവരം അറിഞ്ഞു. യസീദ് ആ സമയത്ത് എന്ത് ചെയ്യാണ്, അങ്ങനെ അതേപോലെ തന്നെ മുസ്ലിം ബിൻ അഖീൽ കൂഫയിലെ ഭരണാധികാരിയായ ഗവർണറായ അന്നുഅ്മാൻ ബിൻ ബഷീർ എന്ന് പറയുന്ന ആളെയും പോയി കണ്ടു. നുഅ്മാൻ ബിൻ ബഷീർ യസീദിൻ്റെ ഗവർണറാണെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രവാചക കുടുംബത്തോട് കുറച്ച് ഇഷ്ടം കൂടുതലുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. ഈ സംഭവമൊക്കെ ആരറിഞ്ഞു, യസീദ് അറിയാണ്. അപ്പോൾ യസീദ് എന്ത് ചെയ്തു, കൂഫയിലെ ഗവർണർ സ്ഥാനം ഉബൈദുല്ലാഹി ബിൻ സിയാദ് എന്ന് പറയുന്ന ഒരു യുവാവായിരുന്നു അദ്ദേഹം. ആ വ്യക്തിയെ എന്ത് ചെയ്യാണ്, കൂഫയിലെ ഗവർണർ സ്ഥാനം നൽകുകയാണ്. അങ്ങനെ 70ഓളം ആളുകളുമായി ഉബൈദുല്ലാഹി ബിൻ സിയാദ് കൂഫയിലെത്തിയപ്പോൾ കൂഫക്കാരായ ആളുകളുടെ വിചാരം ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ് വന്നതെന്നാണ്.
പ്രവാചകൻ്റെ പേരമകനെ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവരദ്ദേഹത്തിന് മംഗളമർപ്പിക്കാണ്, അവരദ്ദേഹത്തിന് സ്വാഗതമർപ്പിക്കാണ്. പക്ഷെ അവർക്കറിയില്ല അവരുടെ പുതിയ ഗവർണറായ ഉബൈദുല്ലാഹി ബിൻ സിയാദാണെന്ന് അവർക്കറിയില്ല. അപ്പോൾ ഉബൈദുല്ലാൻ്റെ കൂടെ വന്ന ചില ആളുകൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ എന്താണ് പറയണത്? ഇത് ഹുസൈനല്ല, ഇത് നിങ്ങളുടെ പുതിയ ഗവർണറായ ഉബൈദുല്ലാഹി ബിൻ സിയാദാണെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഉബൈദുല്ലാഹി ബിൻ സിയാദ് നേരെ നുഅ്മാൻ ബിൻ ബഷീർ എന്ന് പറയുന്ന പഴയ ഗവർണറിൻ്റെ അടുത്ത് പോയിട്ട് കത്ത് കൊടുത്തു. വേറൊന്നും പറഞ്ഞില്ല. ആ കത്തിലുള്ളത് നിങ്ങളെ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്, അടുത്ത ഗവർണർ ഉബൈദുല്ലാഹി ബിൻ സിയാദാണ്, നിങ്ങൾ അവിടെ നിന്ന് മാറിക്കൊടുക്കണം. ഈ കത്ത് കിട്ടിയ ഉടനെ തന്നെ നുഅ്മാൻ മാറി ഉബൈദുല്ലാഹി ബിൻ സിയാദ് അടുത്ത ഗവർണറായിക്കൊണ്ട് മദീനയിൽ നിൽക്കുകയാണ്. ശക്തനായ പോരാളിയായിരുന്നു, കുതന്ത്രമുള്ള ആളായിരുന്നു ഉബൈദുല്ലാഹി ബിൻ സിയാദ്. അങ്ങനെ ഈ സംഭവം മുസ്ലിമിന് അക്കീൽ അറിഞ്ഞപ്പോൾ മുസ്ലിമിന് അക്കീലിൻ്റെ നേതൃത്വത്തിൽ 12,000-ഓളം വരുന്ന ഷിയാക്കളുമായി കൂഫക്കാരുമായി നേരെ ഉബൈദുല്ലാഹി ബിൻ സിയാദിൻ്റെ കൊട്ടാരത്തിലേക്ക് അവർ പോവുകയാണ്. 4,000-ഓളം വരുന്ന പട്ടാളക്കാരും അന്ന് ആരുടെ കൂടെ ഉണ്ട്? മുസ്ലിമിന് അക്കീലിൻ്റെ കൂടെ ഉണ്ട്, കൂഫക്കാരായ ആളുകളാണ്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഉബൈദുല്ലാഹി ബിൻ സിയാദ് കുതന്ത്രമുള്ള ആളാണ്, ആളുകളെ ചതിയിൽ അകപ്പെടുത്താൻ കഴിയുന്ന ആളായിരുന്നു ഉബൈദുല്ലാഹി ബിൻ സിയാദ്. അദ്ദേഹം അപ്പോൾ ഒന്നും ചെയ്തില്ല, നേരെ ഈ കൂഫക്കാരായ ആളുകളിൽ പ്രധാനികളായ ഗോത്രത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് സമ്മാനങ്ങളും സ്ഥാനമാനങ്ങളും കൊടുത്തു. അങ്ങനെ അവരെന്ത് ചെയ്തു? ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കുടുംബക്കാരനായ മുസ്ലിം അഖീലിൻ്റെ ആ ഒരു ടീമിൽ നിന്ന് അവർ നേരെ തെറ്റിപ്പോരുകയാണ്. നമുക്ക് കാണാൻ കഴിയും, രാവിലെ 4,000-ഓളം വരുന്ന ആളുകളുമായിട്ടാണ് അദ്ദേഹം ഉബൈദുല്ലാഹി ബിൻ സിയാദിൻ്റെ കൊട്ടാരത്തിലെത്തിയത്. അസറിൻ്റെ സമയമായപ്പോൾ 70-ഓളം ആളുകൾ മാത്രമാണ് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കുടുംബക്കാരനായ മുസ്ലിം അഖീലിൻ്റെ കൂടെ ഉള്ളത്. ബാക്കിയുള്ള എല്ലാ ആളുകളും പിരിഞ്ഞു പോവുകയാണ്. അവരൊക്കെ തെറ്റിപ്പോയി. കാരണം അവരൊക്കെ ആര് സ്വാധീനിച്ചു? ഇബ്നു സിയാദ് എന്ന് പറയുന്ന ആ ഗവർണർ സ്വാധീനിച്ച് അവർക്ക് സ്ഥാനമാനങ്ങളും സമ്മാനങ്ങളും കൊടുത്തപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തു? മുസ്ലിം അഖീലിനെ ഒറ്റക്കാക്കി അവർ തിരിച്ചു പോവുകയാണ്. മഗ്രിബിൻ്റെ സമയമായപ്പോൾ വെറും 30 ആളുകൾ മാത്രമാണ്. അസറിൻ്റെ സമയത്ത് 70 ഉണ്ടായിരുന്നു, മഗ്രിബിൻ്റെ സമയമായപ്പോൾ വെറും 30 ആളുകൾ. അതേപോലെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞപ്പോൾ വെറും 10 ആളുകൾ മാത്രം. നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ഒരാൾ പോലും അദ്ദേഹത്തെ അംഗീകരിക്കാനുണ്ടായിരുന്നില്ല. കൂഫക്കാരായ ആളുകൾ, ഷിയാക്കളായ ആളുകൾ അവർ അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നു. അവരെല്ലാ ആളുകളും എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഒഴിവാക്കി. മുസ്ലിം അഖീൽ മാത്രം കൂഫയിലൊറ്റക്ക്. അദ്ദേഹം ആകെ പ്രയാസപ്പെടുകയാണ്. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, താമസിക്കാൻ ഒരു പാർപ്പിടം പോലുമില്ല. അദ്ദേഹം നേരെ രാത്രി ഒരു വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടി. ആ വാതിൽ തുറന്നതൊരു വൃദ്ധയായ സ്ത്രീയായിരുന്നു. ആ സ്ത്രീയോട് പറയാണ്, ഞാൻ മുസ്ലിം അഖീലാണ്, കുറച്ച് കുടിക്കാൻ വെള്ളം വേണം. പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആളാണ് മുസ്ലിം അഖീൽ എന്ന് പറയുന്നത്. അഥവാ പ്രവാചകൻ്റെ പിതാവിൻ്റെ സഹോദരനായ അബൂ താലിബിൻ്റെ മകൻ, അഖീലിൻ്റെ മകൻ മുസ്ലിമാണത്. പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീക്ക് അദ്ദേഹത്തോട് ഒരു വാത്സല്യം തോന്നിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറ്റി കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും ഒക്കെ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണേ, ഞാൻ ഇന്ന് ഇവിടെ നിന്ന് രാത്രി രാപ്പാർത്തോട്ടെ, ഇന്ന് ഞാൻ ഇവിടെ താമസിച്ച് രാവിലെ ഞാൻ പോയിക്കോളാം. ആ സ്ത്രീ അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ ഈ വൃദ്ധയായ സ്ത്രീയുടെ മകൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു അപരിചിതനായ പുരുഷനെ കാണാണ്. ആരാണ് ഈ വ്യക്തി എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറയാണ്, ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മോനെ ഇത് മുസ്ലിം അഖീലാണ്, പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആളാണ്, എല്ലാ ആളുകളും അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്നലെ ഇവിടെ താമസിക്കാനുള്ളൊരു അനുവാദം കൊടുത്തു, മോനിത് ആരോടും പറയരുത്, ആരോടും പറയരുത്, കാരണം ഉബൈദുല്ലാഹി ബിൻ സിയാദിൻ്റെ ആളുകൾ അറിഞ്ഞാൽ ഇയാളെ വകവരുത്തും, അതുകൊണ്ട് പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ മകന് ഇല്ല ഞാൻ ആരോടും പറയില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം പള്ളിയിലേക്കാണെന്ന് പറഞ്ഞ് അയാൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് അയാളുടെ മനസ്സിലുള്ളത് ഉബൈദുല്ലാഹി ബിൻ സിയാദിനോട് സംഭവം പറഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളും സമ്മാനങ്ങളും ആഗ്രഹിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, ഉബൈദുല്ലാഹി ബിൻ സിയാദിൻ്റെ ആളുകളോട് ഈ സംഭവം പറഞ്ഞു കൊടുത്തു, മുസ്ലിം അഖീൽ എൻ്റെ വീട്ടിലുണ്ട്. ഉബൈദുല്ലാഹി ബിൻ സിയാദ് ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് ബിൻ അഷ്അസ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു പട്ടാള സൈന്യത്തെ ഈ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ആ പട്ടാളം ആ വീട് വളയാണ്. ആ വീട് വളഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു മുസ്ലിം അഖീലിനോട്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയില്ല.
അവസാനം അവർ പുറത്തു നിന്ന് വീട് കത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അവർ തീരുമാനിക്കുകയാണ്, ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് തീരുമാനിച്ചു മുസ്ലിം ബിൻ അഖീലിനെ കൂഫക്കാർക്ക് ഒരു പാഠമെന്നോളം ശിക്ഷിക്കണം. അവർക്കൊരു പേടി വരണം ഈ ശിക്ഷ കാണുമ്പോൾ. ആരും ഇത്തരത്തിലുള്ള വാദങ്ങളുമായി കൊണ്ട് മുന്നിലേക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് മുസ്ലിം ബിൻ അഖീലിനെ ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ആ സമയത്ത് മുസ്ലിം ബിൻ അഖീൽ പറയാണ്, മുസ്ലിം ബിൻ അഖീൽ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവന്ന അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് ബിൻ അഷ്അസ് എന്ന് പറയുന്ന വ്യക്തിയോട് പറയാണ്, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താണ്? നിങ്ങൾ മക്കയിലുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇവരെ അറിയിക്കണം. അദ്ദേഹം ഈ കൂഫക്കാരെ വിശ്വസിച്ചുകൊണ്ട് അവിടുന്ന് പുറപ്പെടാൻ നിൽക്കുകയാണ്. അദ്ദേഹം ഈ കാര്യമൊന്നും അറിയുന്നില്ല. ഞാനിവിടെ വന്ന സമയത്ത് കൂഫക്കാരായ ആളുകൾ നിങ്ങളെ അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞ് കത്തെഴുതി. അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ പുറപ്പെടാൻ നിൽക്കായിരിക്കും. അദ്ദേഹം ഈ സംഭവം ഒന്നും അറിയുന്നില്ല. അതുകൊണ്ട് ഈ കാര്യം അദ്ദേഹത്തെ അറിയിക്കണം, അദ്ദേഹത്തോട് കൂഫയിലേക്ക് വരരുത് എന്ന് പറയണം. അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് ബിൻ അഷ്അസ് എന്ന് പറയുന്ന ആൾ സമ്മതിക്കാണ്, ഈ വിവരം ഞാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പരസ്യമായി കൊണ്ട് മുസ്ലിം ബിൻ അഖീലിനെ ശിക്ഷിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ ശിക്ഷിക്കുന്നത് ചോദിച്ചാൽ, കൂഫയിലെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ മുകളിൽ കയറ്റിക്കൊണ്ട് എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അതിൻ്റെ താഴെ, എന്നിട്ട് പരസ്യമായി കൊണ്ട് അദ്ദേഹത്തെ അതിൻ്റെ താഴേക്ക് വലിച്ചെറിയാം. ആ സമയത്ത് മുസ്ലിം ബിൻ അഖീൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, അള്ളാഹുവേ ഈ കൂഫയിലെ ആളുകൾക്ക്, കൂഫയിലെ ഷിയാക്കളായ ആളുകൾക്ക് നീ വേണ്ടത് നൽകണേ എന്നുള്ളതാണ്. അവർക്കെതിരെ ശാപവാക്ക് പറയാണ് ആര്? മുസ്ലിം ബിൻ അഖീൽ. മുസ്ലിം ബിൻ അഖീൽ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവന്ന ആളുകളോടോ അദ്ദേഹത്തെ ആക്രമിച്ച ആളുകളോടൊന്നല്ല അദ്ദേഹത്തിന് ദേഷ്യവും സങ്കടം ഉണ്ടായിരുന്നത്, അദ്ദേഹത്തെ ചതിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച കൂഫയിലെ ഷിയാക്കളായ ആളുകളോടാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ദുൽഹിജ്ജ മാസം 9 അറഫാ ദിവസത്തിലായിരുന്നു മുസ്ലിം ബിൻ അഖീൽ മരണപ്പെടുന്നത്. അപ്പോൾ ഈ സംഭവം ഒന്നും ആരറിഞ്ഞിട്ടില്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല. കൂഫയിൽ നിന്ന് ഒരു വിവരം മക്കയിൽ എത്തിക്കാൻ ചുരുങ്ങിയത് 10 ദിവസമെങ്കിലുമാണ്. ദുൽഹിജ്ജ 8 എന്ത് ചെയ്യാണ്, ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരായ ആളുകളൊക്കെ എന്ത് ചെയ്തു, മക്കയിൽ നിന്ന് കൂഫയിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ദുൽഹിജ്ജ 8. ദുൽഹിജ്ജ 9 ആര് മരണപ്പെടുന്നത്? മുസ്ലിം ബിൻ അഖീൽ. ഈ സംഭവം മക്കയിലുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹുവോ അവിടെ ഉണ്ടായിരുന്ന കുടുംബക്കാരോ ആരും അറിഞ്ഞിട്ടില്ല. എന്നാൽ അദ്ദേഹം കൂഫയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ച വിവരം സ്വഹാബികൾ അറിഞ്ഞപ്പോൾ എല്ലാ ആളുകളും എതിർത്തു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എതിർത്തു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എതിർത്തു, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു എതിർത്തു. അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാവിനെ അലി റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചു കൊന്നവരാണ് കൂഫക്കാരായ ആളുകൾ, അവരെ വിശ്വസിക്കാൻ പാടില്ല, അവർ വിശ്വസിക്കുക, അവർ ചതിക്കുമെന്ന് അബൂ സഈദ് അൽ ഖുദരി പറയുന്നുണ്ട്. മുഹമ്മദുൽ ഹനഫിയ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ മരണത്തിന് ശേഷം വേറെ കല്യാണം കഴിച്ച് അതിൽ അലി റളിയല്ലാഹു അൻഹുള്ള മകനാണ് മുഹമ്മദ് ഹനഫിയ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ കൂഫക്കാരെ വിശ്വസിക്കരുത്, അവരെ അംഗീകരിക്കരുത്, കാരണം അവർ താങ്കളെ ചതിച്ചു കൊല്ലുമെന്ന് മുഹമ്മദ് ഹനഫിയ പറഞ്ഞപ്പോഴും ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവർ എന്നെ വിളിച്ചിട്ടുണ്ട്, ഒരുപാട് കത്തുകൾ എനിക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും ഞാൻ കൂഫയിലേക്ക് പോയിക്കൊള്ളട്ടെ. ഇനി ഞാൻ യസീദിൻ്റെ ഖിലാഫത്ത് അംഗീകരിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ അവർ ഇവിടെ വന്നിട്ട് എന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഈ പുണ്യമായ ഭൂമിയിൽ വെച്ച് എൻ്റെ രക്തം വീടരുത്. ഇനി അവരെന്നെ ആക്രമിക്കുകയാണെങ്കിൽ പുറത്ത് ഏതെങ്കിലും നാട്ടിൽ വെച്ച് ആക്രമിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു പോകുന്നത്. അന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടത്തിൽ 80ഓളം ആളുകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബക്കാരും അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. 80ഓളം ആളുകളുണ്ട്. അവർ ഇറാഖിലെത്തിയപ്പോൾ ഒരു ദൂതനെ ആദ്യം കൂഫയിലേക്ക് പറഞ്ഞയച്ചു. എന്താണ്, കൂഫയിലെ കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടി കൂഫയിലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു. ആ സമയത്താണ് ഉബൈദുല്ലാഹി ഇബ്നു സിയാദിന് അറിയാം മക്കയിൽ നിന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടിട്ടുണ്ടെന്ന വിവരം ഉബൈദുല്ലാഹി ഇബ്നു സിയാദിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം കൂഫയിലെ അതിർത്തിയിൽ ഒരുപാട് ആളുകളെ നിർത്തിയിട്ടുണ്ട്. ആരെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആളുകൾ വന്നാൽ അവരെ പിടിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട്. അതിന് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ച ദൂതൻ കൂഫയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ പട്ടാളക്കാർ പിടിച്ചു കൊണ്ടുവരികയാണ്. ചോദ്യം ചെയ്തപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. മുസ്ലിം ബിൻ അഖീലിനെ ഏത് രൂപത്തിലാണോ ശിക്ഷിച്ചത് അതേ രൂപത്തിൽ കൊട്ടാരത്തിൻ്റെ മുകളിൽ കയറ്റി അവരെന്ത് ചെയ്യാണ്, നിലത്തേക്ക് ആ മനുഷ്യനെ തള്ളിയിട്ടു.
ഒന്നാമത്തെ ദൂതൻ പോയിട്ടും കുറേ സമയം കഴിഞ്ഞിട്ടും ഒരു വിവരമില്ലാത്തത് കൊണ്ട് രണ്ടാമത്തെ ആളെ വിട്ടു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ആളെയും ഇതേപോലെ അവർ പിടിച്ചു കൊണ്ടുവന്ന് കൊട്ടാരത്തിൻ്റെ മുകളിൽ കയറ്റി പരസ്യമായിക്കൊണ്ട് ആളുകൾക്കിടയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, തള്ളിയിട്ട് അവർ വധിക്കുകയാണ്. രണ്ടാമത്തെ ആളും പോയി, കുറേ സമയമായിട്ടും ഒരു മറുപടിയില്ല. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു നേരെ കൂഫയിലേക്കെത്തി. ആ സമയത്താണ് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് ബിൻ അഷ്അസ് എന്ന് പറയുന്ന ആൾ നേരെ വന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുസ്ലിം ബിൻ അഖീൽ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഈ അഷ്അസിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം, ഈ വിവരമൊക്കെ അറിയിച്ചു കൊടുക്കണമെന്ന് അന്ന് അദ്ദേഹം എന്ത് ചെയ്താണ്, അഷ്അസ് വാക്ക് കൊടുത്തതാണ്. അദ്ദേഹം വാക്ക് പാലിച്ചു. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലെത്തിയപ്പോൾ അവിടെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, എങ്കിൽ കൂഫക്കാർക്ക് എന്നെ ആവശ്യമില്ലെങ്കിൽ അവർ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്, അവർക്ക് എന്നെ ആവശ്യമില്ല എങ്കിൽ ഞാൻ തിരിച്ചു പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. പക്ഷേ മുസ്ലിം ബിൻ അഖീലിൻ്റെ മക്കൾക്ക്, ആ കൂട്ടത്തിൽ മുസ്ലിം ബിൻ അഖീലിൻ്റെ മക്കളുണ്ടായിരുന്നു, അവർക്ക് തൻ്റെ പിതാവിനെ കൊന്നതിനുള്ള പ്രതികാരം ചെയ്യണമെന്ന് അവർ പറയാണ്. അവർ പറയുന്നുണ്ട്, മുസ്ലിം ബിൻ അഖീലിൻ്റെ മക്കൾ പറയാണ്, മുസ്ലിം ബിൻ അഖീലിനെ പോലെയല്ല ഹുസൈൻ താങ്കൾ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരമകനാണ്, നിങ്ങൾ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ കൂഫക്കാരായ ആളുകൾ മുഴുവനും നിങ്ങൾക്ക് പിന്നിൽ അണിനിരക്കും, അതുകൊണ്ട് നിങ്ങൾ മുമ്പിലേക്ക് ചെല്ലണം, നമുക്ക് അവരുമായി യുദ്ധം നടത്തണം. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനായ മുസ്ലിം ബിൻ അഖീലിനെ കൊന്ന ആളുകൾക്ക് പ്രതികാരം നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രതിരോധം എന്ന രൂപത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും മുമ്പിലേക്ക് നിൽക്കുകയാണ്. ഈ വിവരം ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് നേരെ യസീദിനെ അറിയിച്ചു കൊടുത്തു. എന്ത് ചെയ്യുന്നുണ്ട്, ഹുസൈൻ റളിയല്ലാഹു അൻഹു ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്, പട്ടാളക്കാരോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ യസീദ് എന്ത് ചെയ്യാണ്, ഉമർ ബിൻ സഅദ് ബിൻ അബി വക്കാസ് എന്ന് പറയുന്ന വ്യക്തിയെ 4000-ഓളം വരുന്ന സൈന്യത്തെയും നേരെ കൂഫയിലേക്ക് പറഞ്ഞയച്ചു. ഈ ഉമർ ബിൻ സഅദ് ബിൻ അബി വക്കാസ് തുർക്കിയിലേക്ക് പോവുകയായിരുന്നു. അവരെ എന്ത് ചെയ്യാണ്, അവിടേക്ക് ഇപ്പോൾ തൽക്കാലം പോകണ്ട, നേരെ കൂഫയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനായിട്ട് പോരാട്ടം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഈ ഉമർ ബിൻ സഅദ് ബിൻ അബി വക്കാസ്, സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഉമർ, അവർ നേരെ വന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിടിക്കുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കൂഫയിൽ വന്നത്? അദ്ദേഹം കാര്യം പറഞ്ഞു, എന്ത് കൂഫക്കാർ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അദ്ദേഹം അവരോട് 3 കാര്യങ്ങൾ പറഞ്ഞു. 3 നിബന്ധനകളാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒന്നല്ലെങ്കിൽ മദീനയിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ നിങ്ങൾ അനുവാദം നൽകണം, അതല്ലെങ്കിൽ യസീദിൻ്റെ അടുത്തേക്ക്, ഖലീഫയായ യസീദിൻ്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞയക്കണം. കാരണം ഹുസൈൻ റളിയല്ലാഹുവിന് ഉറപ്പുണ്ട് യസീദ് ഒരിക്കലും ചതിക്കൂല എന്നുള്ളത്, അതുകൊണ്ട് യസീദിൻ്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞയക്കണം. 3ാമത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് എനിക്ക് പോകാനുള്ള അനുവാദം നൽകണം. ഈ 3 നിബന്ധനകൾ വെച്ചത്. പക്ഷെ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് പറഞ്ഞത് ഇത് 3 ഞാൻ അംഗീകരിക്കില്ല. കൂഫയിലെ ഗവർണറായ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് പറഞ്ഞത് 3 അംഗീകരിക്കില്ല. കൊട്ടാരത്തിൽ വന്ന് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് യസീദിനെ ഖലീഫയായിക്കൊണ്ട് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയണം, എന്ന വെറുതെ വിടാം, അല്ലെങ്കിൽ യുദ്ധം തന്നെയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതൊരിക്കലും ഞാൻ അംഗീകരിക്കില്ല, അതൊരിക്കലും അംഗീകരിക്കില്ല. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണോ? ഇല്ലെങ്കിൽ യുദ്ധം തന്നെയാണ് എന്നാണ് ആര് പറഞ്ഞത്? ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് അംഗീകരിക്കാത്തത് കാരണം കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയണത്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവർ പിടിച്ചു കൊണ്ടുവന്ന് അവിടെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ അതേ കാര്യം പറഞ്ഞിട്ടുണ്ട്, മദീനയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോകാൻ അനുവാദം നൽകണം എന്നുള്ളത്. ഈ സംഭവത്തോട് ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന് പറയുന്ന ആൾക്ക് പോലും ചെറിയ ഒരു അലിവ് തോന്നിയൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സ് പോലും ഒരു അലിവ് തോന്നി, അദ്ദേഹത്തെ എവിടേക്ക് വിടാം, ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിച്ചോട്ടെ എന്ന ഒരു അവസ്ഥയിലേക്ക് ക്രൂരഹൃദയനായ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ മനസ്സ് പോലും ആ സമയത്ത് മാറി. പക്ഷേ ആ സമയത്ത് അശിമ്ർ ബിൻ റിജൂഷൻ എന്ന് പറയുന്ന ആൾ വന്നിട്ട് പറയാണ്, ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ ടീമിൽപ്പെട്ട ആളാണ് ഷിമ്ർ എന്ന് പറയുന്ന ആൾ. അയാൾ വന്നിട്ട് പറയാണ്, ഇതൊക്കെ ഉമർ ബിൻ സഅദ് ബിൻ അബി വക്കാസിൻ്റെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ പ്ലാനാണ്, അവർ തീരുമാനിച്ചതാണ് ഇതൊക്കെ, അതുകൊണ്ട് അവരെ വെറുതെ വിടരുത്, ശക്തമായ പോരാട്ടം തന്നെ നടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് പറയാണ്, ഇതൊക്കെ നടക്കുന്നത് മുഹറം 9-ൻ്റെ അന്നാണ്. മുഹറം 3-നാണ് അദ്ദേഹം കൂഫയിലെത്തുന്നത്. മുഹറം 9-ൻ്റെ അന്ന്, അഥവാ 6 ദിവസത്തോളം ഈ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
മുഹറം 9 ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് പറഞ്ഞു, നാളെ എൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, യസീദിനെ ഖലീഫയായിക്കൊണ്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നാളെ യുദ്ധമാണ് എന്ന് അവർ തീരുമാനിച്ചു. പിറ്റേ ദിവസമായി മുഹറം 10 അന്ന് 80ഓളം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയുള്ള ആളുകളും 4000ഓളം വരുന്ന സൈന്യവും എന്താ ചെയ്യുക? ഒരു വഴിയില്ല. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ വന്ന എല്ലാ പുരുഷന്മാരെയും ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് വധിച്ചു. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു മാത്രമായി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് നേരെ വാളോങ്ങാൻ ഒരാൾക്ക് പോലും ധൈര്യമില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരമകനാണ്. അവസാനം ഷിമിർ ബിന് ജൂഷൻ എന്ന് പറയുന്ന ആളും അനസ് ബിൻ സിനാൻ എന്ന് പറയുന്ന 2 ആളും മുമ്പിലേക്ക് വന്നു. അവർ വാളുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിലേക്ക് മാരകമായി വെട്ടി അദ്ദേഹത്തെ വധിക്കുകയാണ്. അങ്ങനെ വധിച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തല വെട്ടി മാറ്റി ഒരു തളികയിലാക്കി നേരെ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ കയ്യിൽ ആ സമയത്തൊരു വടി ഉണ്ടായിരുന്നു. ആ വടി കൊണ്ട് അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ തലയിലും കവിളിലൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കണ്ടു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ വരികയാണ്. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അല്ലാഹുവിൻ്റെ റസൂൽ ഒരുപാട് ചുംബനം നൽകിയ കവിളിലാണ് ഉബൈദുള്ള നീ അടിക്കണത്, അള്ളാഹു നിന്നെ നശിപ്പിക്കട്ടെ എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാണ് സമയത്ത്. അങ്ങനെ ഈ വെട്ടിയ തല യസീദിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് അവർ. യസീദിൻ്റെ അടുത്തേക്ക് കൊടുത്തയച്ചു. യസീദ് പിന്നെ തല കണ്ടപ്പോൾ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വെട്ടി മാറ്റിയ തല കണ്ടപ്പോൾ യസീദ് കരഞ്ഞു എന്നുള്ളതാണ്. കാരണം യസീദ് ഒരിക്കലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാനോ അദ്ദേഹത്തെ കൊല്ലാനോ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഖിലാഫത്ത് വാങ്ങാൻ മാത്രമാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നുണ്ട്, ഹുസൈൻ അള്ളാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ, അള്ളാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ, അള്ളാഹു താങ്കൾക്ക് കരുണ ചെയ്യട്ടെ എന്നൊക്കെ യസീദ് അവിടെ വെച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ വധത്തിന് കാരണക്കാരനായ ആളുകളെ അള്ളാഹു നശിപ്പിക്കട്ടെ എന്നും യസീദ് ബിൻ മുആവിയ ആ സമയത്ത് പറയുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ പല ലഈഫായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാൻ കഴിയും. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവർ വളഞ്ഞ് പട്ടിണിക്കിട്ടു, വെള്ളം കൊടുക്കാതിരുന്നു എന്നൊക്കെ പറയുന്ന ചില സംഭവങ്ങളുണ്ട്. പക്ഷെ അതൊന്നും എന്തല്ല, അത് പിന്നെ സ്വഹീഹായിക്കൊണ്ട് വന്ന റിപ്പോർട്ടിൽ പെട്ടതല്ല. എന്തായാലും പിന്നെ മുഹറം 10 അന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവർ വധിക്കുകയാണ്. അപ്പോൾ ഈ സംഭവത്തിൽ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, പല സ്വഹാബികളും ഈ കൂഫക്കാരായ ഷിയാക്കൾക്കെതിരെ ശക്തമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കൂഫക്കാരായ ഷിയാക്കൾക്കെതിരെ ശാപവാക്ക് പറഞ്ഞിട്ടുണ്ട്. മരണത്തിന് ഉബൈദുല്ലാഹി ഇബ്നു സിയാദും അതേപോലെ തന്നെ ഷിമുറും അനസ് ബിൻ സിനാനൊക്കെ കാരണക്കാരായിട്ടുണ്ടെങ്കിലും അതിലൊന്നാമത്തെ കാരണം, ആ മരണത്തിന് ഒന്നാമത്തെ കാരണക്കാർ ഉത്തരവാദികൾ ആരാണ്? കൂഫയിലെ ഷിയാക്കളായ ആളുകളാണ്. അവർ ചതിച്ചതാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ. ആ കാര്യം അവർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യണത്, മുഹറം 10 അന്ന് അവർ ശരീരത്തിലേക്ക് മുറിവുകളുണ്ടാക്കി, മാരകമായ മുറിവുകൾ ഉണ്ടാക്കണത്. അവരെന്താ പറയണത്, അന്ന് ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ അവർ ആ ഒരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ സങ്കടമെന്നോളം ശരീരത്തിൽ മാരകമായിക്കൊണ്ട് മുഹറം 10 അന്ന് മുറിവുകൾ ഉണ്ടാക്കുകയാണ്. ഇതേ വിശ്വാസം ഇന്ന് പല ആളുകളും വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് അന്ന് കർബലയിലുണ്ടായത്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിന് ഒന്നാമത്തെ ഉത്തരവാദികൾ ആരെന്നെയാണ്? കൂഫയിലെ ഷിയാക്കളായ ആളുകൾ തന്നെയാണ്. എന്നിട്ട് അവരാണ് പിന്നീട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവരുടെ ആളായിക്കൊണ്ട് ചിത്രീകരിക്കുന്ന അവസ്ഥയൊക്കെയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അഹ്ലു സുന്നയുടെ ആദർശം ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.